നീലേശ്വരം തൈക്കടപ്പുറത്ത് നിന്ന് നവംബർ 1 കിട്ടിയ 121 മുട്ടകളാണ് നെയ്തലിന്റെ ഫാക്ടറിയിൽ വിരിഞ്ഞത്. മറ്റൊരു ഈറ്റില്ലത്തിൽ 208 മുട്ടകൾ കൂടി വിരിയാനുണ്ട്. പുലർച്ചെയാണ് കടലാമകൾ കരയിലെത്തി മുട്ടയിടാറ്. കുഴിയിൽ മുട്ടയിട്ട ശേഷം തിരിച്ചറിയാതിരിക്കാൻ മണൽകൊണ്ട് മൂടി തെളിവ് മായിച്ചാണ് കടലാമകൾ തിരിച്ചു പോവാറുള്ളത്. ആമമുട്ടകൾ വ്യാപകമായി എടുത്തുകൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ 11 വർഷങ്ങൾക്ക് മുൻപാണ് നെയ്തലിന്റെ പ്രവർത്തകർ കടലാമ സംരക്ഷണത്തിന് പദ്ധതി തുടങ്ങിയത്. വളരെയധികം സംരക്ഷണ പ്രാധാന്യമുള്ള ഒരു ജീവിയാണ് ഇന്ന് കടലാമകൾ. നമ്മൾ നെയ്തൽ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഒരു വർഷം ഞങ്ങൾക്ക് 30-35 കൂടുകളൊക്കെ കിട്ടും. 30-35 കൂട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5500-6000 മുട്ടകൾ കിട്ടുമായിരുന്നു. ഇന്ന് ഈ കിട്ടുന്ന മുട്ടകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തീരത്ത് നിന്നും വലിയുരുളി കടലാമകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നെയ്തൽ പ്രവർത്തകർ കടലാമ മുട്ടകൾ ശേഖരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ഈറ്റില്ലത്തിൽ വെച്ച് വിരിയിച്ചയക്കാൻ തുടങ്ങിയതോടെ അപൂർവ ഇനം ആമകൾക്ക് സംരക്ഷണമായി. വനംവകുപ്പിന്റെയും ജൈവ വൈവിധ്യ ബോർഡിന്റെയും അവാർഡുകൾ നെയ്തലിന് ലഭിച്ചിട്ടുണ്ട്. മീഡിയ 1 കാസർഗോഡ്.